ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പോൾ അല്പം ഭയമുണ്ടായി. ഞാൻ ധരിച്ചിരുന്നത് എന്താണെന്ന് പറയട്ടെ, ഞാൻ നായർ തറവാട്ടിൽപ്പെട്ടവളല്ലേ, എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി. 79 വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് നിന്ന് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കടന്നാലും നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് 2 കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വിടുള്ളൂ. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് നോക്കരുത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള മനുഷ്യർ വേറെ ഒരു ജില്ലയിലും കിട്ടിയാലും. മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര കെയറും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്നതാണ്. പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ്. എന്ത് ഇഷ്ടമാണെന്നറിയോ, ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ എത്ര ഓടിക്കൂടും ആൾക്കാർ. അതിപ്പോ ഒരു പെണ്ണോ ആണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല, ജാതിയോ മതമോ ഒന്നുമില്ല. അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിലേക്ക് 10 പേര് ഓടി വരും. എന്താണ് എണ്ണ വരെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, എന്ത് പറ്റിയെന്നുള്ള ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അനുഭവമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴും പേടിയാണ്. എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയിൽ കത്തി ഉണ്ടായിരിക്കും. കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത്. അതൊക്കെയാണ് എന്റെ മനസ്സിൽ. ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി. ഞാനും മലപ്പുറത്തുകാരിൽ ഒരാളായി മാറി. ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം, ഏറ്റവും നന്മയും സ്നേഹവും ഉള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും, ഉറപ്പോടെ പറയും, മലപ്പുറത്തുകാരാണ്. ഈ ചെറിയ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, പൈസ പോയില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞ സാധനം വേണ്ടായിട്ട് ഇരിക്കണം. അടുത്ത നിമിഷം പറഞ്ഞ കാര്യം അറിയോ, അതൊന്നും സാരമില്ല, നാളെ തന്നാൽ മതിയെന്ന്. പുള്ളിക്ക് എന്നെ അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയ ആളെന്ന് മാത്രം അറിയാം, അല്ലാതെ എവിടെ താമസിക്കുന്ന ഒന്നും അറിയത്തില്ല. 200 രൂപ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ചേട്ടൻ പറഞ്ഞു വേണ്ട, നാളെ തന്നാൽ മതി മോനെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ്. ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട്, ഞാൻ കൊല്ലംകാരൻ, എന്നോട് അങ്ങനെ ആരും അത്രയ്ക്ക് ഇതായിട്ട് നിന്നിട്ടില്ല. സോ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പല സ്ഥലങ്ങളിൽ, കർണാടക, തമിഴ്നാട്, കേരളം, പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്റ്റുകളിലും നിന്ന് ഇവൻ യു എ വന്നിട്ട് ഇത്രയും നല്ല സഹകരിക്കുന്ന, മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാണ്. അതിലെനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറംകാരാണ്. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരാണ്, പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അല്ലെ, ഒരു മോട്ടോർ സൈക്കിളിന്റെ സ്റ്റാൻഡ് തട്ടാതെ 100 മീറ്റർ പോലും നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി പോവോ? അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അല്ലേ, മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ്. എന്റെ പൊന്നു മക്കളെ, ഇതിവിടെ വിട്ട് പോയാൽ കാണാൻ പറ്റൂല. ഇതിവിടെ മാത്രമേ കാണാൻ പറ്റൂല നമ്മുടെ മലപ്പുറത്ത്. മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്നവര് വർഗീയതക്കാരായിട്ടാ, അല്ലാതെ മലപ്പുറത്ത് യാതൊരു വിധമായ വർഗീയതയും എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ നാട് ആലപ്പുഴയാണ്. എന്റെ നാട്ടിൽ കിട്ടാത്ത പോലും ഒരു ടേക്ക് കെയറിംഗ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടി. പ്രത്യേകിച്ചും ഗേൾസിന് അതിന്റേതായിട്ടുള്ള റെസ്പെക്റ്റിൽ കാണുന്ന ഒരു ജില്ല, അതിന്റെ റെസ്പെക്റ്റിൽ എടുക്കുന്ന ഒരു ആൾക്കാര്.